കുടുംബസമേതത്തിൽ നമ്മോടൊപ്പം മലയാളി പ്രേക്ഷകർക്ക് കന്നി വരവോടുകൂടി തന്നെ 2 മെഗാ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു കിടിലം ഡയറക്ടറാണ്. മലയാളത്തില് വലിയ 2 കിടിലം ഹിറ്റുകൾ തന്ന ഒരു വലിയ ഡയറക്ടറും ഭാര്യയും അതുപോലെ കുഞ്ഞുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു വിജയത്തിന്റെ ഫോർമുല എന്താണ്? നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. വിജയത്തിന്റെ ഫോർമുല ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. കാരണം എല്ലാവരും ചോദിക്കും അതെങ്ങനെയാണ് സക്സസ് ഉണ്ടാവണേ. വളരെ സിമ്പിളാണ്. നമ്മളൊരു വളരെ നോർമലായിട്ടുള്ള ഒരു ഓഡിയനാണ്, ഒരു സാധാരണക്കാരനായ ഒരു ആസ്വാദകൻ. നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു മെജോറിറ്റി വരുന്ന ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലാണ് അത്തരത്തിലുള്ള സിനിമയാണ്. മാസ് സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സാധാരണ പ്രേക്ഷകനായിട്ടിരിക്കുന്ന സമയത്ത്, ഉദാഹരണം പറഞ്ഞാൽ ഭാഷ എന്ന് പറയുന്ന സിനിമ ഞാൻ 8-10 തവണയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ എന്താണ് ഇഷ്ടപ്പെടുന്നത്, ഒരു സാധാരണ പ്രേക്ഷകൻ എന്താണ് ആഗ്രഹിക്കുക, ആ ഒരു മനസ്സോടെ നമ്മൾ സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിന് ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാധാരണക്കാരന്റെ മനസ്സിലൂടെ ചിന്തിക്കുന്നതാണ് വിജയത്തിന്റെ ഫോർമുല. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. പക്ഷേ വലിയ 2 താര നടന്മാരെ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം ചെയ്തത്. ഫസ്റ്റ് ആദ്യം തന്നെ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ എങ്ങനെയാ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി? ആ ഒരു ഭാഗ്യം എങ്ങനെ വന്ന് കടാക്ഷിച്ചു എന്നുള്ളതാണ്. അല്ല, സിനിമ എത്തിയത് ഒരുപാട് പ്രോസസ്സറോടെയാണ്. ഈ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് നമുക്ക് വളരെ പരിചയമുള്ള ആക്ടേഴ്സാണ് അവർ. അപ്പം നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരുപാട് നാൾ അവരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്ക് ആ സിനിമയ്ക്കുണ്ട്. അതിന്റെ റൈറ്റേഴ്സ്, പ്രൊഡ്യൂസർ, ടെക്നീഷ്യൻസ്, ഈ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ബന്ധം, ഈവൻ ആർട്ടിസ്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം എപ്പോഴും എൻ്റെ ഒരു ഡീലിങ്സ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ എപ്പോഴും ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടർ ക്യാമറമാൻ, ഡയറക്ടർ എഡിറ്റർ, ഡയറക്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു റിലേഷനേക്കാളും അപ്പുറത്തൊരു സൗഹൃദം സൂക്ഷിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒരു ടീം സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഈ പറയുന്ന പോലെ ഒരു സങ്കീർണാവസ്ഥകളോ ഒരു സംഘർഷാവസ്ഥകളോ ഒരിക്കലും ഉണ്ടാവാറില്ല. എല്ലാവരും എൻജോയ് ചെയ്യുന്നു, സിനിമ ചെയ്യുന്നു, നന്നായി വരുന്നു എന്ന് പറയുന്നതാണ്. കുഞ്ഞുവാവയൊക്കെ നോക്കി വീട്ടില് വളരെ ഹോംലി ആണെന്ന് തോന്നില്ലേ വൈശാഖി? ആണോ അതോ ചുമ്മാ ആക്ടിങ് ആണോ? ഇത് ഹോംലി ആണല്ലേ? എനിക്ക് തോന്നി വന്നപ്പോഴേ കുഞ്ഞിനോടും വൈഫിനോടും ആ ഒരു പ്രണയം, സ്നേഹമല്ല പ്രണയ വിവാഹമായിരുന്നു, അറേഞ്ച്ഡ് ആയിരുന്നു. ഇപ്പൊ പ്രണയിക്കുന്നല്ലേ നിങ്ങൾ? കാണുമ്പോഴേ അറിയാം തീവ്രത. ആദ്യം എനിക്കൊന്ന് മാരേജിന്റെ ആ ഒരു സമയത്തായിരിക്കും ഫസ്റ്റ് ഫിലിം പോക്കിരിരാജ എന്ന് തോന്നുന്നു അല്ലേ? മാരേജ് കഴിഞ്ഞിട്ടാണ് ഉടനെ തന്നെ. 2ാമത്തെ വർഷം, 1.5 വർഷം കഴിഞ്ഞു. ശരിക്കും മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ 2020 ആണ് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. 2020 കഴിഞ്ഞ് റോബിൻഹുഡ് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോക്കിരിരാജ എന്ന് പറഞ്ഞ സിനിമയിലെത്തുന്നത്. പക്ഷേ 2020 മുതൽ പോക്കിരിരാജയുടെ പ്രോസസ് ഉണ്ട്. അതിന്റെ വർക്കിംഗ്, സ്ക്രിപ്റ്റിംഗ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത് 2 വർഷമായില്ലേ? 2 വർഷത്തിന്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ ചെയ്തു ഹസ്ബൻഡിനെ? ഞാൻ ആദ്യം കഥ പറയും. കഥയുടെ ഒരു നോട്ട് ഫിക്സ് ആയി കഴിയുമ്പോൾ ഫസ്റ്റ് കഥ പറയും. കഥ പറയുമ്പോൾ നമുക്കൊരു ബേസിക് റിയാക്ഷൻസ് അറിയാൻ പറ്റും. എന്നെ പോലെ തന്നെ വളരെ സാധാരണക്കാരിയായ ഒരു പ്രേക്ഷകൻ, ബേസിക് റിസൾട്ട് അറിയാൻ പറ്റും നമുക്ക്. പിന്നെ സ്ക്രിപ്റ്റിംഗ് തീർന്ന ശേഷം റീഡ് ചെയ്യും. അപ്പൊ വായിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ നോക്കിയിരിക്കും. നീന സ്ക്രിപ്റ്റിനെ മറിച്ച് വായിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ നോക്കിയിരിക്കും. അപ്പൊ എന്താണ്, എവിടെയാണ് റിയാക്ഷൻസ് വരണത്, വേരിയേഷൻസ്, നമുക്കൊരു ബേസിക് ജഡ്ജ്മെന്റ് കിട്ടും. എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യൂ നല്ല രീതിയിൽ? കാരണം ഒരു വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ഹിറ്റ് ഉണ്ടായി, അതിനുശേഷം കുഞ്ഞുവാവ ഉണ്ടായി. ആ സമയത്താണെന്ന് സീനിയേഴ്സ് അല്ലേ? അപ്പോ എങ്ങനെയാണ് അങ്ങനെ കാണുന്നത്? ഒരു ഭാഗ്യമായി കാണുന്നുണ്ടോ ഈ ഭാര്യയും ഈ കുട്ടിയും? അയ്യോ, തീർച്ചയായിട്ടും ഭയങ്കര ലക്കിയാണോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഒരുപാട് സ്ട്രഗിളിംഗ് ഉള്ള സമയത്താണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ കൂടെ വരികയും ബുദ്ധിമുട്ടുകൾ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ളതാണ് നീന. പിന്നെ പോക്കിരാജ മുതലാണ് ലൈഫിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് തുടങ്ങുന്നത്. അപ്പൊ അതിനുശേഷം കുറച്ച് കംഫർട്ടബിൾ ആണ്. എന്നിരുന്നാലും നമ്മുടെ ഒരു സ്റ്റേജ് അറിയാവുന്നത് കൊണ്ട് അത് ഓക്കെയാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നാളെ ഇനി അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നാലും കുഴപ്പമില്ല. സിനിമ ഭയങ്കരമായിട്ടായിരുന്നു. കാരണം ഞാൻ ഒന്നാമത് ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്.
പുറത്തൊരുപാട് പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യും. മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ കൊണ്ടുപോകും. ഷൂട്ട് ലൊക്കേഷനിലൊക്കെ പോവാറുണ്ടോ? സീനിയേഴ്സിന്റെ സമയത്ത് ഡെലിവറി കിടക്കുകയായിരുന്നു. ഈ കാസ്റ്റിംഗിലൊക്കെ സഹായിക്കാറുണ്ടോ? ചില ഞാൻ മല്ലൂസിന് നായികമാരിൽ 1-2 കാസ്റ്റിംഗ് ആവാനുണ്ട്. അപ്പൊ ഞാൻ രാവിലെ വൈകുന്നേരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതുവരെ കിട്ടിയിട്ടില്ല. സാധാരണ എല്ലാവരും മിക്കവാറും ഡയറക്ടേഴ്സിന്റെ ഭാര്യമാര് പറയും ആ സീരിയലിലെ കുട്ടി കൊള്ളാം, അല്ലെങ്കിൽ ആ കണ്ട കുട്ടി കൊള്ളാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെന്താ അറിയോ, ഈ പ്രത്യേകിച്ച് ഇവർക്ക് കുറച്ചും കൂടെ ഒരു ഫാമിലിയുടെ മനസ്സ് കൂടുതലാണ്. അത് സ്ത്രീകളുടെ എങ്ങനെ കരയിപ്പിക്കാൻ കഴിയും. അല്ല, നമ്മൾ ആർട്ടിസ്റ്റുകൾ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. നമ്മൾ കാരണം ഇത് ഒരു ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നതാണ്, സ്ത്രീകൾ കൂടിയതിലുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ ഒരു ഇഷ്ടത്തിന് ഒരു ജനറൽ സ്വഭാവം ഉണ്ടാവും ഒരു പരിധി വരെയൊക്കെ. അവരിഷ്ടപ്പെടുന്ന ആരെയാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അത് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഫിക്സ് ചെയ്യല്ല, അത് പിന്നെ റൈറ്റേഴ്സിനോടും പ്രൊഡ്യൂസറോടും ഒത്തിരി ഏരിയകൾ കടന്നിട്ടാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യുന്നത്. ഇതെന്തായത് രണ്ടുപേരും കൂടെ കുട്ടി കളിപ്പിച്ചോണ്ടിരിക്കുന്നത്? ഇത് നല്ല കാര്യം. രണ്ടുപേരും കുട്ടി കളിപ്പിച്ചോണ്ടിരിക്കാനാണ്. കുട്ടി വയലന്റ് ആവും. എന്റെ ക്വസ്റ്റ്യൻസിനൊന്നും മറുപടി വരുന്നില്ല. കുഞ്ഞിനെ കളിപ്പിച്ചോടെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു സമയം കിട്ടാറുള്ളൂ ഒന്നിച്ച്. ശരി, ഇതൊക്കെ അല്ലേ എൻജോയ്മെന്റ്. കുഞ്ഞുണ്ടായ സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു സീനിയേഴ്സിന്റെ വർക്കിലായിരുന്നു. അതെ, ഞാൻ എന്റെ ഡെലിവറിയുടെ എൻഡ് ആയപ്പോ ഒരു 9 month ആയപ്പോഴായിരുന്നു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കറക്റ്റ് എന്റെ ഡെലിവറി ടൈമിൽ വൈശാഖ് ഫ്രീ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. ഞാനതാ ചോദിക്കാൻ വന്നത്, കാരണം ആ സമയത്ത് പിന്നെ ആഗ്രഹിക്കുന്ന ഒരാള്, ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അപ്പം വൈശാഖേട്ടൻ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു 15 days. അപ്പോൾ ഡെലിവറിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, തിയേറ്ററിൽ ഉണ്ടായിരുന്നു. എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് സിസേറിയൻ കഴിയുന്നവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വൈശാഖിന്റെ കൈകളിലേക്കാണ് ആദ്യം ഇവളെ കൊടുത്തത്. അങ്ങനെ ഒരു ഭാഗ്യം. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി എന്നുള്ളത്. അല്ലല്ല, എനിക്ക് അങ്ങനെ ഒരു എമർജൻസി സിസേറിയൻ ആയിരുന്നു. എനിക്ക് അങ്ങനെ വേണ്ടി വന്നു. അങ്ങനെ ഇനിയിപ്പം വലിയ തിരക്കിലേക്ക് പോവാണ്. ഇനിയിപ്പോ അടുത്ത കുഞ്ഞാവൊക്കെ കൂടെ ഉണ്ടാവും. ആദ്യം ഇവളെ ഇനിയിപ്പോ എന്തായാലും വൈശാഖ് ജി ഇങ്ങനെ തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കൂടെ ഉണ്ടാവത്തില്ല. അപ്പൊ എങ്ങനെ ഫീലിംഗ്? കാരണം ഒറ്റയ്ക്കും കൂടെയാണ് താമസിക്കുന്നത്. എപ്പോഴും കൂടെ പോവില്ലല്ലോ. എപ്പോഴും കൂടെ പോവില്ല, ഇടയ്ക്ക് വൈശാഖിന്റെ ഒരു സാമീപ്യം എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. ദൂരെയാണ്, ചുമ്മാ കള്ളം പറയണ്ട. അല്ലല്ല, അത് ഫോൺ വിളിക്കും. പിന്നെ എറണാകുളത്താണല്ലോ ഇപ്പൊ എല്ലാം സ്ക്രിപ്റ്റിംഗിന്റെ ആയത് ഡിസ്കഷൻസ് ഒക്കെ. സോങ്സിന്റെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ലല്ലോ. മലയാളത്തിന്റെ പഞ്ചാബിലാണല്ലോ. പഞ്ചാബിൽ എവിടെയാണ്? പഞ്ചാബ് ലുധിയാന ഭാഗങ്ങളിലായിരിക്കും അവിടെ ബേസ് ഇട്ടത്. അപ്പം ചാക്കോച്ചന്റെ വൈഫ് പ്രിയയും ഇവളും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ ലൊക്കേഷൻസ് അവിടെ. അറിയില്ല മോളെ കൊണ്ട്. പിന്നെ സേതുവേട്ടന്റെ റൈറ്റർ സേതുവേട്ടന്റെ വൈഫ്, ഞങ്ങളൊക്കെ ഒരു സംഘമാണ്, ടീമായിട്ട് അവിടെ ഷോപ്പിങ്ങിനൊക്കെ ഒരുപാട് പഞ്ചാബി ഡ്രസ് സാരിക്ക് വില കുറവാണെന്നാണ് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത്. സാരിക്ക് വില കുറവ് കുഴപ്പമില്ല, നല്ല ഇതാണ്. ബാംഗിൾസ് ഒക്കെ മേടിക്കണം കേട്ടോ. അവിടെ കിട്ടില്ലായിട്ട് നല്ല കുറെ പഞ്ചാബി ബാംഗിൾസ് ഒക്കെ കിട്ടും. ഞാനിവിടെ ഉണ്ടായിരുന്നു കുറച്ചുള്ള, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. മാരേജ് സമയത്ത് സാധാരണ ഇപ്പൊ എല്ലാരും വിവാഹത്തിന് ഒരു ജോലിയുള്ള ഒരു ആളിനെയാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെ ഇങ്ങനൊരു വിവാഹത്തിലേക്ക് വന്നു? ശരിക്കും പറഞ്ഞാൽ എന്ത് കണ്ടാണ് ഇഷ്ടപ്പെട്ടത്? സത്യം പറയണം. ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വൈശാഖേട്ടൻ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടായിരുന്നു ഇതിന് മുമ്പേ. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ചേട്ടായിയായിട്ടൊരു പ്രാവശ്യം വൈശാഖനെ ഞാൻ കണ്ടിരുന്നു. പുറത്ത് പോയി ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പം ചേട്ടൻ ആദ്യം എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു. എൻ്റെ ചേട്ടയുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പ്രപ്പോസ് ചെയ്തിരുന്നു. ചെറിയൊരു പ്രണയം അങ്ങനെയല്ല, ഞാൻ ഈ മറ്റേ ഈ ഇത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഒരു പ്രോജക്റ്റ്, ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, നടന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിൽ ചെന്ന സമയത്ത് കല്യാണ ആലോചനകൾ ഇങ്ങനെ വീട്ടുകാർ സജീവമായ സമയത്ത് ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്,
സത്യൻ എന്ന് പറയുന്ന ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. ഇവളുടെ ബ്രദർ നവീനാണ്, നവീൻ്റെ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്. അപ്പോൾ സത്യനാണ് അങ്ങനത്തെ ഒരു പ്രപ്പോസൽ അവരുടെ അടുത്ത് പറയണം ആദ്യം. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ നവീൻ ലീവിന് വന്ന സമയത്താണ് ഞങ്ങൾ മീറ്റ് ചെയ്തതും എൻഗേജ്മെന്റ് നടന്ന് പിന്നെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഫോൺ സമയത്ത് അത് കഴിഞ്ഞ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാണ് പിന്നെ ഫോൺ വിളിച്ചു. എൻഗേജ്മെന്റ് ആദ്യം കഴിഞ്ഞു. ഒരു പ്രണയം ചെറുതായിട്ട് മനസ്സിൽ തോന്നി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രണയം തോന്നുന്നു. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. വിളിച്ചപ്പോ ഞങ്ങൾ തമ്മിൽ ഒരുപാട് എന്താ പറയാ പ്രണയത്തിലായിരുന്നു. പക്ഷെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു അന്ന് ശരിക്കും ഡയറക്ടർ ആയിട്ടില്ല, ഒരു ഇൻഡിവിജ്വൽ ഡയറക്ടർ ആയിട്ടില്ല. അപ്പം എങ്ങനെ ഭാവിയിൽ ഇത് ശരിയാകുമോ എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വൈശാഖേട്ടൻ എന്തായാലും ഒരു ഡയറക്ടർ ആവുന്നുള്ളത് വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കള്ളം പറയരുത്, അങ്ങനെ സത്യമായിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടാ തോന്നില്ലെന്നാടി പറഞ്ഞത്. ഞങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലോ. ഒരു സിനിമ എന്ന് പറയുന്നത് വൈശാഖേട്ടനും ഞാൻ ഒറ്റയ്ക്ക് ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും ഞാൻ വൈശാഖേട്ടൻ ഒരു ഡയറക്ടർ ആവണമെന്ന് സ്വപ്നം കണ്ടിരുന്നു. പിന്നെ ഈ ആദ്യത്തെ പടം സ്വപ്നമായിരുന്നല്ലോ, എന്നെങ്കിലും എന്റെ ഭർത്താവ് ഒരു ഡയറക്ടർ ആകും, കിടിലമാകും എന്നൊക്കെയുള്ള. അപ്പൊ ഈ ഫസ്റ്റ് ഫിലിം വൻ വിജയമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു, തുള്ളിച്ചാടിയോ വീട്ടില്? മനസ്സുകൊണ്ട് എന്തായിരുന്നു ആ ഒരു വിജയലഹരിയിൽ എന്താണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തത്? ഒരുമിച്ച് എന്താണ്? പുറത്തു പോവുക, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തിൽ അങ്ങോട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോവുക? ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയമില്ലായിരുന്നു. നമ്മൾ തിയേറ്ററിൽ ഒരുമിച്ചാണ് കണ്ട പടം. ആ സമയത്ത് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇവള് എന്റെ വയറ്റിലുണ്ടായിരുന്നു. അതിനൊരു ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞത് മോള് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും പടം ഏറ്റവും വലിയ സന്തോഷം ഒരുമിച്ച് ഒരാഴ്ചയായിരുന്നു. ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി ശുക്രദശയാണല്ലേ ഇപ്പൊ? പടം റിലീസായി ഒരു 3 ഡേയ്സിലെ കൊച്ച് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുമിച്ച പടം കാണാൻ നമ്മള് അന്ന് ഭയങ്കര സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലീസ് ലേറ്റ് ആയിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അതാ ഞാൻ ഇടയ്ക്ക് ചോദിച്ചത്, ഈ പ്രതിസന്ധി എന്നുള്ളത് ചുമ്മാ മനുഷ്യനെ കളിപ്പീര് പരിപാടിയാണോ? സിനിമ പ്രതിസന്ധി എന്ന് പറയുന്നത് സിനിമ ഇല്ലാത്തവർക്ക് സിനിമ എപ്പോഴും പ്രതിസന്ധിയാണ്. സിനിമ കാശ് കിട്ടാതിരിക്കുമ്പോൾ പ്രൊഡ്യൂസർക്ക് പ്രതിസന്ധിയാണ്. നല്ല സിനിമ ജനിച്ച സമയം മുതൽ ഈ പ്രതിസന്ധി ഉണ്ട്. നല്ല സിനിമ കാണാതിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതിസന്ധിയാണ്. അതൊന്നും അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. നല്ല സിനിമകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അത് മാറിക്കോളും. ഈ വൈശാഖ് ജി പുറത്തൊക്കെ മിക്കവാറും ഈ നായിക നടിമാരുടെ കൂടെ പോവാനല്ല, പോയി സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇത് എങ്ങനെ ഫീൽ ചെയ്യും? അടി ഉണ്ടാവാറില്ലേ? ഗോസിപ്പ് ഇങ്ങനെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഈശ്വര. എനിക്കറിയാലോ വൈശാഖേട്ടനെ, വേറെ ആരൊക്കെ ഇതൊക്കെ ചുമ്മാ ക്യാമറയിൽ. ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ രണ്ടുപേരും കൂടെ കുസ്തിയായിരിക്കും. ഞാനത് കാണിച്ചു തരാം ഒളി ക്യാമറയിലൂടെ. എന്നാലും എങ്ങനെയാണ് ഒരു ചെറിയ ഒരു പോസസീവ്നെസ് ഒക്കെ തോന്നാറുണ്ട്? ഒരിക്കലും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. വൈശാഖ് ജി എങ്ങനെയാണ് ഈ ഫീമെയിൽ ആർട്ടിസ്റ്റിനോട് പെരുമാറുന്നത്? വളരെ ക്രൂക്കഡ് മൈൻഡ് ആണോ, ഫ്രീ ആണോ? പെരുമാറുക എനിക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ആർട്ടിസ്റ്റും മെയിൽ ആർട്ടിസ്റ്റും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും അല്ല. മെയിൽ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂളായിട്ട്, അതുപോലെ തന്നെ കൂളായിക്കൂടെ പെൺപിള്ളേരുടെ അടുത്ത്? എന്തോ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫിലിം കൂളായിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അല്ല അങ്ങനെയില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ബോയ്സ് ഗേൾസ് അങ്ങനത്തെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മുടെ സിനിമ ഏറ്റവും എല്ലാവരും, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു സൗഹൃദാന്തരീക്ഷമാണ് അവിടെ. ഭയങ്കര സ്വാതന്ത്ര്യമാണ് അവിടെ. അങ്ങനെ ഹീറോ ഹീറോയിൻ അങ്ങനത്തെ വേരിയേഷൻ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഗോസിപ്പുകൾ വരാൻ കാരണം? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ്, അതാണ്, പേഴ്സൺസ് ആണ്. അതിപ്പോ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ്, ഓരോരുത്തരത്തിലുള്ള കാര്യങ്ങളാണ്. 2 ഹിറ്റുകൾ എന്താ പറയാ അടിക്കടി വന്നു. അതോടൊപ്പം നിങ്ങൾ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ, പുറത്താണോ ചെയ്യുന്നത്? അതിന്റെ ആഘോഷങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട്. എന്നാലും ആഘോഷങ്ങൾ പലപ്പോഴും ലൊക്കേഷനിലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ഞാൻ വീട്ടിലും അങ്ങനെ ആയിരിക്കും. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾ ഒന്നിച്ചായിരിക്കുന്ന സമയം ഞങ്ങൾ എവിടെയെങ്കിലും പോകും. അങ്ങനെയാണ്. വരുമ്പോഴും അല്ലെങ്കിൽ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വേറെ വേറെ ആയിരിക്കും.
ലൊക്കേഷൻ അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ വീട്ടിൽ പോകണമെന്ന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ആ സമയത്താണ് എവിടെയെങ്കിലും ഞങ്ങൾ പോകും, ഔട്ടിങ്ങിന് പോകും, എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകും, ഒരു ദിവസം 2 ദിവസമൊക്കെ മാറി നിൽക്കും. അങ്ങനെയുള്ള അല്ലാതെ ആ ടൈം അല്ലാതെ ഇപ്പൊ ഒന്നിച്ചുണ്ടായിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇതുപോലെ പറഞ്ഞ പോലെ ഓണമൊക്കെ വരുമ്പോൾ ഞങ്ങള് എന്താ പറയാ പുറത്ത് പോയി. ഈ 4 വർഷം ഓണം ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ടോ? 4 കഴിഞ്ഞ വർഷം വർഷം എവിടെയായിരുന്നു? കഴിഞ്ഞ വർഷം ഓണത്തിന് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. ആണോ? ലൊക്കേഷനിലായിരുന്നു? എവിടെയായിരുന്നു? അല്ലല്ല, വീട്ടില് ഹോട്ടൽ. കാരണം ഞാനും ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഒന്നെങ്കിൽ ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓണസദ്യ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ പിറ്റേ ഓണം ആയാലും ഉത്രാടത്തിന് തുടങ്ങണം. അപ്പൊ തിരുവോണത്തിന് ആവുള്ളൂ. അപ്പൊ അത് നമ്മള് അവിടെ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് ഉച്ചയാകുമ്പോൾ പോയി ഹോട്ടലിൽ പോയി കഴിക്കും, നന്നായി തിരുവോണസദ്യ കഴിച്ച്. പൊതുവെ ആഘോഷിക്കുന്ന കൂട്ടത്തിലാണോ അതും ജസ്റ്റ് നമുക്ക് ഒരു എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ആഘോഷങ്ങളോട് വലിയ താല്പര്യം നിങ്ങളില്ലാതെ എന്ത് ആഘോഷം? അതുകൊണ്ടല്ല വളരെ കുറച്ച് സമയമല്ലേ ഒരുമിച്ചുണ്ടാവുള്ളൂ. അപ്പൊ ഉള്ള സമയം മാക്സിമം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോകും. ഇപ്പൊ ഈ ഓണം എവിടെയായിരിക്കും? ഈ ഓണം എനിക്ക് തോന്നുന്നു വൈശാട്ടൻ ലൊക്കേഷൻ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് പഞ്ചാബില്. അപ്പം ഓണം കഴിഞ്ഞിട്ട് പോകണമെന്നാണ്. നേരത്തെ പോവാണെങ്കിൽ ഇവൾ ഒറ്റയ്ക്ക് ഓണം ആഘോഷിക്കും. നേരത്തെ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഓണം ഹോട്ടലിൽ ആഘോഷിക്കും. ഹോട്ടലിൽ എങ്ങനെ സദ്യ തന്നെ അറേഞ്ച് ചെയ്യോ അതോ ബിരിയാണി? അല്ല, ഇപ്പൊ നിറയെ ഹോട്ടലുകളില് സദ്യ ഉണ്ടാവും. ആഘോഷമായി നമുക്ക് വിഭവം പ്രദമായ സദ്യ കഴിക്കാം. നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോ ഞാനൊരു പാരയുമായിട്ട് എത്തുന്നതായിരിക്കും. ഓണത്തിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം കേട്ടോ. കൊടുത്തില്ലെങ്കിൽ അടി ഉണ്ടാക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഓണത്തിന് തോന്നണം നമ്മള് ബിരിയാണി കഴിച്ചത് അല്ലേ? ഞങ്ങൾക്ക് ഒത്തിരി ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്തായിരുന്നു ഫസ്റ്റ് ഓണം. ഞങ്ങള് ട്രിവാൻഡ്രത്ത് 3 മാസം ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേജ് താമസിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ് 3 മാസം ട്രിവാൻഡ്രത്തായിരുന്നു. കല്യാണം വെച്ചാൽ ഞങ്ങൾ ആദ്യം പോയത് ട്രിവാൻഡ്രത്താണ്. ഓണത്തിന്റെ അന്ന് റെഡിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആദ്യത്തെ ഹോട്ടലിൽ പോയി ഭക്ഷണം തീർന്നു. 2ാമത്തെ ഹോട്ടലിൽ പോയി ഭക്ഷണം, 3ാമത്തെ ഹോട്ടലിൽ ഇപ്പോൾ 3:30 മണിയായി. ഭക്ഷണം അവിടുന്ന് ഒരു വെജിറ്റബിൾ ബിരിയാണി മാത്രമേ കിട്ടുള്ളൂ. അതായിരുന്നു ഫസ്റ്റ് ഓണത്തിന്റെ ഫുഡ് കിട്ടിയത്. പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ട് ഇപ്പൊ തകർക്കുകയാണ്. പക്ഷെ ഇപ്പോ ഇത്രയും വലിയ ഒരു ഹിറ്റ് മേക്കർ ആകുമ്പോ ഒരുപാട് അഹങ്കാരത്തിന്റെ ഒക്കെ വൻ പടവുകളിലല്ലേ? ഈ വന്നപ്പോഴേ തോന്നി ഒരു ചെറിയ അഹങ്കാരത്തിന്റെ. ടെൻഷനാണ് വൈശാട്ടൻ എപ്പോഴും. അടുത്ത സിനിമ എങ്ങനെ ചുമ്മാ പറഞ്ഞ കേട്ടോ, വളരെ വളരെ കാമൻ കൂൾ, വളരെ ഹോമിയായി കുഞ്ഞിനെ കൊണ്ടിടക്കുന്ന ഒരു നല്ല ഹസ്ബൻഡ് കൂടിയാണ്. സിനിമയെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ സിനിമ കഴിഞ്ഞു, വരുന്ന സിനിമയെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതെ, ആ ഒരു ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ പ്രതീക്ഷ ജനങ്ങൾക്ക് പ്രതീക്ഷ അങ്ങനെ നിലനിർത്താമെന്നതിനെ കുറിച്ച് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. എല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ട്, നല്ലതിനു വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് അടിച്ചു പൊളിച്ച് വളരെ കൂളായിട്ട് ഹോംലി ആയിട്ട്, ഒരു സാധാരണ എല്ലാവരും ഇന്റർവ്യൂ കാണുന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇരുന്ന് വളരെ മസിൽ പിടിച്ചുള്ള ഇന്റർവ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. ഒന്നും എന്നോട് വന്നപ്പോഴേ പറഞ്ഞു ഇവിടെ ഒരാള്, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഒക്കെ ഞാൻ പഠിപ്പിച്ചെടുത്തു. കണ്ടില്ലേ, ഇപ്പൊ നീറ്റായിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇത്രയും നേരം കുഞ്ഞുവാവയൊക്കെ ആയിട്ട് ഞങ്ങളോട് ചെലവഴിച്ചതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. ഇനി വരാൻ പോകുന്ന ചിത്രം ഒരു വമ്പൻ ഹിറ്റ് ആയിരിക്കട്ടെ എന്ന് കൂടി ഞങ്ങളുടെ ഓൾ ക്രൂസിന്റെ ഒരു വലിയ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഈ ഓണം എല്ലാവർക്കും സന്തോഷകരവും ആഹ്ലാദകരവും ഐശ്വര്യവും നിറഞ്ഞതും ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് ആശംസിക്കുന്നു.